ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത് കൃഷ്ണ ബലറാം ടെമ്പിള്. കൃഷ്ണനാണ് വലതുവശത്ത്, ഇടതുവശത്ത് ബലറാം. ഈ ദിവസം രാവിലെ 4:30 തുറന്ന് 1 മണിക്ക് അടയ്ക്കും. വൈകുന്നേരം 4:30 തുറന്ന് 8 മണിക്ക് അടയ്ക്കും. ഇതിൻ്റെ 7 പ്രാവശ്യം പ്രസാദം നിവേദ്യം. രാവിലെ ഒരു 7:30 മഹാപ്രസാദം, ഉച്ചയ്ക്ക് മഹാപ്രസാദം, രാത്രി എല്ലാം വിഭവസമർത്ഥമായ ഊണാണ് ഭഗവാൻ ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. കാരണം 25 കൂട്ടം കറി, 2 കൂട്ടം പായസം, ചിലവും ചപ്പാത്തി കാണും, പൊറോട്ട കാണും, ഊണ്. ഇതെല്ലാം ഉച്ചയ്ക്ക്. ഈ കൃഷ്ണ ടെമ്പിൾ എല്ലാം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്കുള്ള രാവിലെ ആണെങ്കിലും ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, സാമ്പാർ, പായസം മസ്റ്റാണ്. അതുപോലെ വൈകുന്നേരവും ചപ്പാത്തി കാണും, വേറെ എന്തെങ്കിലും ഐറ്റങ്ങളും കാണും. ഇതിനിടയ്ക്കുള്ള ഇത് 3 പ്രാവശ്യം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ബാക്കി 7 നേരവും ഫ്രൂട്ട്സാണ്. ഈ ഭഗവാൻ എന്ത് ഫ്രൂട്ട്സ് വേണോ നമുക്കിവിടെ നിവേദിക്കാം. ആ നിവേദിക്കുന്ന ഫ്രൂട്ട്സിന് അവിടെ പാത്രം വെച്ചിട്ടുണ്ട്, കണ്ട ആ പാത്രത്തിൽ കൊണ്ടുതട്ടും. അത് ആ ഭക്തജനങ്ങൾക്ക്, ഇവിടെ വരുന്ന ആൾക്കാർക്ക് എടുത്തുക. ഇവിടെ ഉള്ളവരും കഴിയും. അത് ആപ്പിള്, ഓറഞ്ച്, പിന്നെ മാങ്ങ, പൈനാപ്പിള്, എന്ത് വേണം കഴിയാം. അങ്ങനെ പിന്നെ ഒരു പറഞ്ഞ ഇവിടെ 4 ബ്രഹ്മചാരികളുണ്ട്. പിന്നെ ഒരു 10-20ഓളം ഈ ദീക്ഷ എടുത്ത ആൾക്കാർ. ദീക്ഷ ഈവരെ സഹായിക്കുന്നു. ഈ പൂജ ചെയ്യുന്നതെല്ലാം ഈ സ്വാമിമാർ അവരുണ്ട്, പ്രത്യേക സന്യാസിമാരുണ്ട്, അവരാണ് പൂജ ചെയ്യുന്നത്. പിന്നെ എല്ലാ വർഷവും ഫെബ്രുവരി മാസം 1-2 തീയതികളിലാണ് ബ്രഹ്മോത്സവത്തിന്റെ വാർഷിക. കഴിഞ്ഞ ബ്രഹ്മോത്സവം ഗവർണറാണ് കാണുന്നത്. ഇവിടെയും രഥോത്സവം ഇവിടെയുണ്ട്. ഏകദേശം തൃശ്ശൂരുണ്ട് രഥോത്സവം. കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലും ആഗസ്റ്റ്. ഇവിടെ സെപ്റ്റംബറിലായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ മിക്കവാറും എല്ലാ ജില്ലകളും ഇങ്ങനെ വടക്കൻ രീതികളിൽ ഉള്ള രഥോത്സവം ഇവിടെയുണ്ട്. കൊല്ലത്ത് ഇനി വരും, നിങ്ങൾ നമ്പർ തന്നിട്ട് കഴിഞ്ഞാൽ വിളിച്ച് അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് വരും ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമിൻ്റെയും. അതെ, ഇവിടെ എന്നും ആഘോഷമാണ്. ശ്രീകൃഷ്ണ ജയന്തിക്ക്, പിന്നെ വ്യാസപൂജ. ഇനി 30-ാം തീയതി വ്യാസപൂജയുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 8 to 9 അല്ലെങ്കിൽ 8 to 9 ഭാഗവത ക്ലാസ് ഉണ്ട്, ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ഒരു 100-300-400 പേര് ആൾക്കാർ കാണും. അല്ലാതെ എല്ലാ ദിവസവും ഭാഗവത ക്ലാസ് ഉണ്ട് 8 മണി തൊട്ട് 9 മണി വരെ. അതിൽ കുറച്ച് ആൾക്കാർ കാണും, കാരണം അവധി ദിവസം കൂടുതൽ ആൾക്കാർ കാണും. പിന്നെ എല്ലാ ഞായറാഴ്ചയും പ്രസാദ വിതരണമുണ്ട്. രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്, രാത്രിയില്ല. പിന്നെ രാത്രി ഇവിടെയുള്ള സ്വാമിമാർക്കും ഇവിടെയുള്ള അന്തേവാസികളുമുണ്ട്, കുറേ ആൾക്കാരുണ്ട്. പിന്നെ കേരളത്തിൽ ഏകദേശം 60ഓളം ഇസ്കോൺ ടെമ്പിളുണ്ട് കേരളത്തിൽ. പാറശാല, കടയ്ക്കാവൂര്, കാട്ടാക്കട, ഇങ്ങനെ കാസർഗോഡ് വരെ ഉണ്ട്. എല്ലാം ഇതിൻ്റെ തരം. അത് കഴിഞ്ഞിട്ട് ലോകത്തിൽ നോർത്ത് കൊറിയ ഒഴിച്ച് എല്ലാ സ്ഥലത്തും 800ഓളം ക്ഷേത്രമുണ്ട്. ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് അമേരിക്കയിൽ ന്യൂയോർക്കിൽ 500 ഏക്കറിൽ ഇസ്കോൺ ടെമ്പിളുണ്ട്. അവിടെ 500 ഏക്കറിലാണ്. അത് അവിടെയുള്ള ഏതോ ഒരു ആള് സംഭാവന ചെയ്ത 500 ഏക്കർ. ഇവിടെയുണ്ട്. ഇവിടെ നമ്മളെ ബംഗാളിലെ മായാപൂര് 500 ഏക്കറിലുള്ള ഒരു ക്ഷേത്രം, മായാപൂര് നവദ്വീപ് എന്ന് പറയും. അവിടെ ഭയങ്കര ക്ഷേത്രമാണ്. ഇതുപോലെ വൃന്ദാവനം, ദ്വാരക, പിന്നെ അയോധ്യ. നമ്മളെല്ലാ മാസവും ഇവിടുന്ന് ടൂറുണ്ട്. ടൂർ പോകുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിളിച്ച് പറഞ്ഞാൽ മതി. അവർ ബാക്കി ഡീറ്റെയിലൊക്കെ പറഞ്ഞു തരും. ഫോൺ നമ്പർ തരുന്നത് ഈ പോകുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടും. അങ്ങനെ ചെറിയ ചുരുക്കം. പിന്നെ ശ്രീലങ്കയിൽ ടൂറുണ്ട്. ശ്രീലങ്കയിൽ അത് ഇനിയിപ്പം പോകുന്നത് ഏപ്രിലാണ്. ഫ്ലൈറ്റിൽ. ബാക്കി ഇതെല്ലാം ഫ്ലൈറ്റിലും പോകാം, ട്രെയിനിലും പോകാം. നമുക്ക് സ്വന്തമായിട്ട് ബുക്ക് ചെയ്തും പോവാം. അങ്ങനെ താല്പര്യമുണ്ട്. എങ്ങനെ വേണം ചെയ്യാം. ഇവിടെ വിളിച്ച് പറഞ്ഞാൽ അവർ ബുക്ക് ചെയ്തോളും. വണ്ടിയിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണും, 10-200 പേര്. കൊല്ലത്ത് നിന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കരിപ്പാട് അവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ബ്രഹ്മോത്സവത്തിന് ഈ ഫെബ്രുവരി 1-2 തീയതികളിൽ വരുന്നത്. അപ്പോൾ ബുക്കുമെങ്കിൽ പറഞ്ഞേ. അതെങ്കിൽ ഒരു ദിവസം നിങ്ങൾ രാവിലെ വന്നിട്ട്, രാവിലെ പ്രസാദമുണ്ട്, ഉച്ചയ്ക്ക് പ്രസാദമുണ്ട്, വൈകുന്നേരമുണ്ട്. ഉച്ചയ്ക്ക് പ്രസാദം കഴിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. കാരണം ഏതെങ്കിലും ഈ 1-ാം തീയതി 2-ാം തീയതി ഏതെങ്കിലും ദിവസം ഫെബ്രുവരി 1-2. ഇനി 30-ാം തീയതി ഉണ്ട് വ്യാസപൂജ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ സ്വാമിമാരെ, ഗുരുക്കന്മാർ, നമുക്ക് ദീക്ഷയൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ദീക്ഷ കൊടുക്കുന്ന ആ ഗുരുക്കന്മാരെ എല്ലാവരും ബർത്ത്ഡേക്ക് ഭയങ്കര ആഘോഷമാണ്. ഇപ്പം ഒരു പ്രഭു വന്നിട്ട് സംഘർഷൻ ദാസ് അധികാരി എന്ന് വെച്ചാൽ ദീക്ഷ കൊടുക്കാൻ അധികാരിയാണ്. ഈ ഗുരുപരമ്പരയിൽപ്പെട്ട ഒരു മഹാരാജാണ് സംഘർഷൻ ദാസ്. അമേരിക്കക്കാരനാണ്. ഈ കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ചയാണ് അദ്ദേഹം പോയത് ചെന്നൈയിൽ. ഭയങ്കര ആളും ബഹളവും ഒക്കെ ഉണ്ട്.
പിന്നെ ഈ കൃഷ്ണക്ഷേത്രമാണ് ഏറെ ഉള്ളൂ. ഭഗവാനെ വർണ്ണിച്ച നല്ലതാണ്. പിന്നെ വന്ന ജപമാലയുണ്ട്, നല്ല ജപമാല നമ്മളെ പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ കണ്ടുമാല ഇട്ടാൽ നല്ലതാണ്. പിന്നെ ഈ കണ്ടുമാല വെജിറ്റേറിയൻ ആയിരിക്കണം. അതുപോലെ നാമം ജപിക്കുമ്പോഴും ഹരിയുടെ ഈ കലിയുഗത്തിൽ ഹരിയുടെ നാമം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നതാണ്. അതിൻ്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അതിൻ്റെ മാറ്റങ്ങൾ നമ്മളെന്തായാലും ഹിന്ദു ആയിരിക്കുമല്ലോ ഇവിടെ വരാണെങ്കിൽ. അങ്ങനെ പിന്നെ ഇതിനകത്ത് നമ്മൾ സ്റ്റോറുണ്ട് കണ്ട, അവിടെ ഭാഗവതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, പിന്നെ ജപമാലയുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അവിടെ കിട്ടും. താഴെ ഒരു സ്റ്റാളുണ്ട് ഫുഡിൻ്റെ. വേറെ ഒന്നും അവിടെ എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാനുള്ള കാപ്പിയൊക്കെ തുറന്നാന്നറിയില്ല. ഒരു കല്യാണത്തിന് എന്തിച്ച് പുറത്ത് പോകുമെന്ന് പറഞ്ഞു. പേരെന്തോന്നു? കൊല്ലത്തെവിടെ? പാരിപ്പള്ളി. കൊല്ലത്തിന് ഇപ്പുറം ജോലിയുണ്ടോ? എന്താ? അതാരാണ്? രണ്ട് മക്കളാ? ഇത് വൈഫ്. ഏത് സ്കൂളിലായിരുന്നു? പരവൂര്. സൗത്ത് എറണാകുളം ജില്ലേ. അതാ നമ്മളിവിടെ നോർത്ത് കൊല്ലം. ഇവിടുത്തെ വർക്കല പരവൂര്. ഞാൻ ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ്. ഞാൻ ഇവിടെ ആദ്യം തൊട്ടുള്ള ഒരാളാണ്. അതിന് മുമ്പ് ഞാൻ പോലീസിലായിരുന്നു, SI ആയിരുന്നു, പോർട്ടിലുണ്ടായിരുന്നു, പിന്നെ നേമത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ ഈ ക്ഷേത്രം തെക്കാടായിരുന്നു. അവിടെ വെച്ച് പോകുമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ പെൻഷനായി 4 കൊല്ലമായി. അതിനുശേഷം ഇവിടുത്തെ ആളിൻ്റെ ആളായിട്ട് അങ്ങനെ കൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ പോകുന്നു. നല്ലതാണ്. ജപമാലയൊക്കെ ജപിക്കുന്ന മാല കാണിച്ചു തരാം. അതാണ് അഡ്രസ്സ് കൂടെ തന്നിട്ടാണ്. ഇത്രയും ഷോർട്ടായിട്ടുള്ളതാണ്. ടൂറൊക്കെ പോകണമെങ്കിൽ വൃന്ദാവനിൽ, ദ്വാരക, അയോധ്യയിൽ പോവാം. ഈ വെസ്റ്റ് ബംഗാളിൽ പോവാം, മായാപ്പൂർ പോവാം, ഒറീസയിലെ പുരി. ഇത് ഒറീസ രാജസ്ഥാൻ മോഡലാണ് ഇതിൻ്റെ നിർമ്മാണം. നല്ല രീതിയിലാണ്. അവിടെ 150ഓളം വർഷം പൂജിച്ചതിന് ശേഷമാണ് ഈ വിഗ്രഹം ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഞാനൊന്ന് വന്നല്ലോ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം നല്ല കാര്യമാണ്. നമ്മളെ കൃഷ്ണ ബലറാം ടെമ്പിളിൽ